ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ടോപ്പിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കോശത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വരുന്നത്, ദഹന വ്യവസ്ഥ. ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, കൂടെ നമ്മളിടുന്ന വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇനി എന്താണ് ദഹനം എന്ന് നമുക്ക് നോക്കാം. രക്തത്തിന് ആഗിരണം ചെയ്യാൻ പാകത്തിന് യാന്ത്രികമായും രാസായനികമായും ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് ദഹനം. ഓക്കെ, എന്താണ് ദഹനം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ദഹന വ്യവസ്ഥ നോക്കാം. ദഹന പ്രക്രിയയിൽ വിവിധങ്ങളായ ധർമ്മങ്ങൾ വഹിക്കുന്ന അവയവങ്ങളും ശരീരഘടനകളും ചേരുന്നതാണ് ദഹന വ്യവസ്ഥ. മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ അന്നപഥവും അനുബന്ധ ഗ്രന്ഥികളും ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മളിത് കൃത്യമായി നോക്കുകയാണെങ്കിൽ ഒരു ഫിഗറൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് എന്താണ് ദഹനം എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥ എന്താണെന്ന് നോക്കി വെക്കുക. നമ്മൾ 9ാം ക്ലാസ് ടെക്സ്റ്റ് എടുത്ത് നോക്കിപ്പോയി കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലായാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദഹന വ്യവസ്ഥയുടെ ഫിഗർ നമുക്ക് കാണാം. ഞാനിതിൽ വരച്ചിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആ ഫിഗർ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓർഡർ വൈസ് നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്തത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, നമ്മളിതിന് ദഹന വ്യവസ്ഥ ഉൾപ്പെടുത്തുന്ന പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വായ. ഏറ്റവും ആദ്യം തുടങ്ങുന്നത് വായിൽ നിന്നാണ്. പിന്നെ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. അപ്പം നമ്മൾക്ക് ഈ പ്രോസസ്സ് ഒന്ന് ലൈറ്റായിട്ട് പറഞ്ഞിട്ട് പോവാം. കൂടെ അതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പം വായ ആഹാരത്തെ സ്വീകരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ വായയിലാണ് നമ്മൾ ആഹാരം ഇടുന്നത്. പല്ലുകൾ, അതിൽ വായിൽ എന്തുണ്ട്? പല്ലുകളുണ്ട്. പല്ലുകൾ ചവച്ചരച്ച് ചെറുകണികളാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചവച്ചരയ്ക്കുന്നത് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ്? പല്ലുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നാവിന് അവിടെ എന്താണ് ഫംഗ്ഷൻ വരുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീര് കൂട്ടിക്കലർത്താൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക്, അതായത് അടുത്ത പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത അവയവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഉമിനീർക്ക് കാര്യം പറയുമ്പോൾ ഉമിനീർ ഗ്രന്ഥികളെ പറ്റി പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ പിന്നെ പറയാം. അന്നനാളം, അപ്പം നമ്മൾ ഈ വായിൽ നിന്ന് പിന്നെ പോകുന്ന ഭാഗമാണ് അന്നനാളം. ഗ്രസനിയിലൂടെ അന്നനാളത്തിൽ പ്രവേശിക്കുന്നു. അപ്പം ഗ്രസനി എന്ന് പറയുന്നത് വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ്. ശ്രദ്ധിക്കുക, വായയുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി എന്ന് പറയുന്നത്. ഭക്ഷണത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പം നമ്മൾ വായയിലൂടെ എവിടേക്ക് വന്നു? അന്നനാളത്തിലേക്ക് വന്നു. ഇനി ഈ അന്നനാളത്തിൽ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ആമാശയം. ഞാൻ ആദ്യം ഓർഡർ എഴുതി വെച്ചിട്ടുണ്ട്. ആമാശയത്തിലേക്കാണ് പോകുന്നത്. അതിലൂടെ പോകുന്ന തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെയാണ്. അപ്പം നമുക്ക് എങ്ങനെ പോയി തരംഗ രൂപത്തിലുള്ള, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, തരംഗ രൂപത്തിലുള്ള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ആ തരംഗ രൂപത്തിലുള്ള ചലനത്തെ അറിയപ്പെടുന്നതാണ് പെരിസ്റ്റാൾസിസ്. പലവട്ടം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. തരംഗ രൂപത്തിലുള്ള ചലനം എന്ന് പറയുന്നത് എന്താണ്? പെരിസ്റ്റാൾസിസ്. ഓക്കെ, നമ്മളങ്ങനെ അന്നനാളത്തിൽ നിന്ന് എവിടെ എത്തി? ആമാശയത്തിൽ എത്തി കേട്ടോ. അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലെത്തി. ആഹാരം കുഴമ്പ് രൂപത്തിലായി മാറുന്നു. അപ്പോൾ ആമാശയത്തിൽ എത്തുമ്പോൾ എന്താണ്? നമ്മൾ ഈ കഴിച്ച ആഹാരം കുഴമ്പ് രൂപത്തിലായി മാറുന്നു. ദഹനം പൂർത്തിയാക്കാൻ 4 to 5 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ദഹനം പൂർത്തീകരിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരാറുണ്ട്. അപ്പൊ 4 to 5 മണിക്കൂർ ആണ് നമുക്ക് എടുക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ എൻസൈംസ് ഏതൊക്കെയാന്ന് നോക്കാം. ആമാശയത്തിലുള്ള പെപ്സിൻ, ലിപ്പേസ്, HCl എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഓക്കെ, അപ്പൊ ഈ പെപ്സിന്റെ ഫംഗ്ഷൻ എന്താ? മാംസ്യത്തെ ദഹിപ്പിക്കുന്നതാണ് എന്ത്? പെപ്സിൻ. അപ്പൊ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന എൻസൈം അല്ലെങ്കിൽ ഘടകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്സിൻ. പ്രോട്ടീൻ, പെപ്റ്റോൺ, അതായത് പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്നു. പ്രോട്ടീന്, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്ന എൻസൈം പെപ്സിൻ. അടുത്തത് ഗാസ്ട്രിക് ലിപ്പേസ്, കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന എൻസൈം ചോദിച്ചു കഴിഞ്ഞാൽ
ഗാസ്ട്രിക് ലിപ്പേസ്. അടുത്തത് വിഷവസ്തുക്കൾ അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആമാശയത്തിലുള്ള, അപ്പൊ ഇതാ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്ന് പറയും. ശ്ലേഷ്മം എന്താണ്? ആമാശഭിത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ശ്ലേഷ്മം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ആമാശയത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ്. ആമാശയത്തിൽ നിന്ന് പക്വാശയത്തിലേക്ക് എത്തുന്നു. ഇതേ സമയം കരൾ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ് കേട്ടോ, ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എത്തിച്ചേരുന്നു. ആ സമയത്ത് എന്തും കൂടി എത്തിച്ചേരുന്നുണ്ട്? ദഹനരസങ്ങൾ കൂടി എത്തിച്ചേരുന്നുണ്ട്. അവ ദഹനം വേഗത്തിലാക്കുന്നു. ഇവ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ദഹനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ അന്തരസ്ഥിതിയുമായി കലരുന്നു. അങ്ങനെ ദഹനം പൂർത്തീകരിക്കപ്പെടുന്നു. അങ്ങനെ ദഹനം അവിടെ വെച്ച് ചെറുകുടലിൽ വെച്ച് പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ചെറുകുടലിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്കത് വരുന്ന വഴി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത്? ഇത് ജസ്റ്റ് നമ്മൾ ആ പ്രോസസ്സ് പറയാണ്. ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിൽ എത്തുന്നു. ബാക്കിയുള്ള ലവണങ്ങളും ജലവും ഇവിടെ വെച്ച് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, ബാക്കിയുള്ള ലവണങ്ങളും ജലങ്ങളും ഇവിടെ വെച്ച് ആഗിരണം ചെയ്യുന്നു. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ട മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, അപ്പൊ വൻകുടലിലെ പ്രോസസ്സാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ക്ലാസ് പോവാം. ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലാണ്. തെറ്റിയിട്ട് വൻകുടൽ എന്ന് പറയരുത്. നമ്മൾ ചെറുകുടലിന്റെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നു ദഹനം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന്. ഓക്കെ, സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഒരുതുന്ന തരത്തിൽ ലഘുഘടകങ്ങളായി മാറ്റുന്ന പ്രക്രിയ ദഹനം. ഓക്കെ, സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉദരത്തിൽ തരത്തിൽ ലഘുഘടകങ്ങളായി മാറ്റുന്ന പ്രക്രിയ ദഹനം. ഇനി ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായിൽ വെച്ചിട്ടാണ് അല്ലെ. ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി ലൈസോസോം ആണ് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി. വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിതമായ ഭാഗം ഗ്രസനി. വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിതമായ ഭാഗം ഗ്രസനി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസോം സലൈവറി അമിലോസ് അല്ലെങ്കിൽ അതിനറിയപ്പെടുന്ന ടൈലിൻ എന്നാണ്. ഓക്കെ, ലൈസോസോം സലൈവറി അമിലോസ് അല്ലെങ്കിൽ ടൈലിൻ. അന്നജത്തെ മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്ന രാസാഗ്നി സലൈവറി അമിലോസ്. അന്നജത്തെ മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്ന രാസാഗ്നി സലൈവറി അമിലോസ്. അന്നനാളവും ശ്വാസനാളവും ആരംഭിക്കുന്നത് ഗ്രസനി. അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം പെരിസ്റ്റാളിസിസ് ആണ്. ആമാശയരസത്തിലെ ഘടകങ്ങൾ പെപ്സിൻ, ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ആമാശയരസത്തിലെ ഘടകങ്ങൾ പെപ്സിൻ, ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നത് HCl ആണ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നത് HCl ആണ്. ആമാശയത്തിലെ ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പിത്തരസം എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് നോക്കാം. ബൈൽ എന്ന് പറയും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആമാശയത്തിൽ നിന്നും വരുന്ന ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നതും കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്നതുമാണ് എന്ത്? പിത്തരസം. അപ്പൊ എന്താണ് പിത്തരസം എന്ന് പഠിച്ചു വെക്കുക. ആമാശയത്തിൽ നിന്നും വരുന്ന ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നതും കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്നതുമാണ് പിത്തരസം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കരളാണ് കേട്ടോ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിൽ. എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം പിത്തരസം. ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ രസത്തിലെ രാസാഗ്നികൾ ഏതൊക്കെയാണ്? പഠിച്ചു വെക്കുക. അമിലോസ്,
ട്രിപ്സിൻ, ലിപ്പേസ്. ആഗ്നേയ രസത്തിലെ രാസാഗ്നികൾ അമിലോസ്, ട്രിപ്സിൻ, ലിപ്പേസ്. ഓക്കെ, അപ്പൊ അമിലോസ് എന്ത് ചെയ്യുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അമിലോസ് എന്ത് ചെയ്യുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. ലിപ്പേസ് എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറോള്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇനി മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 5 to 6 മീറ്റർ, 5 മുതൽ 6 മീറ്റർ വരെ. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണ ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചാണ്. ശ്രദ്ധിക്കുക, ധാന്യകം, മാംസം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണ ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആന്ത്രരസം എന്താണെന്ന് നോക്കാം. കുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന രസമാണ് ആന്ത്രരസം. അപ്പോൾ വില്ലസുകൾ, വില്ലി എന്ന് പറയും. അപ്പോൾ അതും എന്താണെന്ന് നോക്കാം. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസുകൾ. ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്ന ഇടം ചെറുകുടൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൻകുടലിന്റെ നീളം, ചെറുകുടലിന്റെ നീളം നമ്മൾ പഠിച്ചു. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണ്, അല്ലെങ്കിൽ 1.5 മീറ്റർ. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണെന്ന് പഠിച്ചിരിക്കുക, ലാക്റ്റിക് ആസിഡ്. മനുഷ്യന്റെ ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവം ആമാശയം. ശ്രദ്ധിക്കുക, മനുഷ്യന്റെ ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവം ആമാശയം. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമായ കൈമിന്റെ pH മൂല്യം എത്ര? 2. മനുഷ്യ ശരീരത്തിൽ രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. എത്ര ഡിഗ്രി സെൽഷ്യസ്? 37 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യ ശരീരത്തിലെ രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് അനുകൂലമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം റെനിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ 79ാമത്തെ അവയവം മെസെൻട്രി. 79ാമത്തെ അവയവം ഏതാണെന്ന് പഠിച്ചു വെക്കുക, മെസെൻട്രി. അതുപോലെ 80ാമത്തെ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്റർസ്റ്റീഷ്യം. ഉത്തരം ഇന്റർസ്റ്റീഷ്യം. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ജലത്തിന് ആഗിരണം നടക്കുന്ന ഭാഗം വൻകുടൽ. ട്ടോ, മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ആഗിരണം നടക്കുന്ന ഭാഗം വൻകുടൽ. ആഹാരത്തിലെ പോഷകാംശങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ചെറുകുടൽ. ആഹാരത്തിലെ പോഷകാംശങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ചെറുകുടൽ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തസഞ്ചിയിൽ സൂക്ഷിക്കുന്ന മഞ്ഞ കലർന്ന ദ്രാവകം ബിലിറൂബിൻ. പഠിച്ചു വെക്കുക, ബിലിറൂബിൻ ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ദഹന വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.